ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ആദ്യം തന്നെ എല്ലാവരോടും ഒരുപാട് താങ്ക്സ്. നമ്മുടെ ചാനൽ 1K സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുന്ന എല്ലാവർക്കും ഒത്തിരി താങ്ക്സ് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. സ്റ്റോറി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഫസ്റ്റ് പ്രഗ്നൻസി PCOD ഡെലിവറി സ്റ്റോറി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഞാൻ ചെയ്തത്. അപ്പോൾ അതിലെനിക്ക് കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു PCOD എങ്ങനെയാണ് മാറിയതെന്നുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്യണം എന്നുള്ളത്. നമുക്ക് വീഡിയോയിലേക്ക് പോയാൽ PCOD എന്നെ എങ്ങനെയാണ് ബാധിച്ചത്, അത് മാറാൻ ഞാൻ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തതെന്നുള്ള എൻ്റെ കുറച്ച് എക്സ്പീരിയൻസുകളാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ആർക്കെങ്കിലും യൂസ്ഫുൾ ആവട്ടെ എന്ന് വിചാരിച്ച് ചെയ്യുന്നൊരു വീഡിയോ ആണ്. അപ്പം ഞാനൊരു ഡോക്ടറോ ഒന്നുമല്ല, എൻ്റെ കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ആദ്യം തന്നെ നമുക്ക് നോക്കാം. PCOD എന്ന് പറഞ്ഞ ഒരു ഹോർമോണൽ ഇഷ്യൂ ആണ്. നമുക്കറിയാം ഇന്നത്തെ ഈ ഒരു ജീവിത സാഹചര്യം, നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ വന്ന ചേഞ്ചുകൾ, നമ്മൾ കഴിക്കുന്ന ഫുഡ്, പിന്നെ സ്ട്രെസ്സ്, നമ്മുടെ ബോഡി എക്സസൈസ് ഒന്നും ഇല്ലാതെ അല്ലെങ്കിൽ ഒരു വലിയ രീതിയിൽ വർക്ക് ചെയ്യാണ്ടിരിക്കുന്ന ഒരു അവസ്ഥ, ഇതൊക്കെ തന്നെയാണ് ഈ ഒരു PCOD വരാനുള്ളൊരു കാരണം. ആദ്യം തന്നെ നമുക്ക് PCOD സിംറ്റംസിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഇറഗുലർ പീരിയഡ്സ് വന്നു. ഇറഗുലർ എന്ന് പറഞ്ഞൊരു 5 to 10 days ഒക്കെയാണ് പീരിയഡ്സിൽ എനിക്ക് ചേഞ്ചസ് ഒക്കെ വന്നത്. സെക്കൻഡ് വൺ ഹെയർ ലോസ്, നല്ല രീതിയിൽ മുടി പൊഴിയുന്നുണ്ടായിരുന്നു. തേർഡ് വൺ പിമ്പിൾസ്, ഫേസിൽ നല്ല പിമ്പിൾസ്, അതിൻ്റെ മാർക്സ് ഒക്കെ നല്ല രീതിയിൽ ഉണ്ടായിരുന്നു. അടുത്തത് ഉറക്കമില്ലാത്തൊരവസ്ഥ, നമുക്ക് രാത്രി നല്ല രീതിയിൽ ഉറങ്ങാൻ പറ്റാതിരിക്കുക, മൂഡ് സ്വിങ്സ്, പെട്ടെന്ന് ദേഷ്യം വരിക, പെട്ടെന്ന് റിയാക്ട് ചെയ്യുക, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ. നമ്മളെ ഉള്ളിൽ ഈ ഒരു സ്ട്രെസ്സ് കിടക്കുന്നത് കൊണ്ട് ഇപ്പോൾ പ്രഗ്നൻസിക്കൊക്കെ ശ്രമിക്കുന്നവരാണെങ്കിൽ അയ്യോ നമുക്ക് പ്രഗ്നൻ്റ് ആവാൻ പറ്റുന്നില്ല, എന്തെങ്കിലും മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് കുറേ കാര്യങ്ങളൊക്കെ കേൾക്കേണ്ടി വരുന്നു. അപ്പോൾ ഇതൊക്കെ കൊണ്ടുണ്ടാകുന്ന ആ ഒരു മൂഡ് സ്വിങ്സും ഒക്കെ കൊണ്ടാണ് നമ്മൾ റിയാക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമുക്കുണ്ടാകുന്ന ആ ഒരു സ്ട്രെസ്സ് കൊണ്ടായിരിക്കാം മുടി പൊഴിയുന്നത്. ഇതെല്ലാം റിലേറ്റഡ് ആയിട്ടുള്ള സംഭവങ്ങളാണ്. ഇനി ഇത് മാറാൻ വേണ്ടി ഞാൻ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തതെന്നുള്ളത്. ഫസ്റ്റ് ഡോക്ടറെ കൺസൾട്ട് ചെയ്തു. ആ കൺസൾട്ട് ചെയ്ത സമയത്ത് ഡോക്ടർ നമുക്ക് മരുന്ന് തരുന്നതിൻ്റെ കൂടെ എന്നോട് പറഞ്ഞിട്ടുള്ളൊരു കാര്യം, നിങ്ങൾ ഡയറ്റ് ഫോളോ ചെയ്യുക, കറക്റ്റായിട്ട് എക്സസൈസ് ചെയ്യുക, കൂടെ ഈ ടാബ്ലറ്റ് എടുക്കുക. അപ്പോൾ നല്ല രീതിയിൽ ഈ കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുവാണെങ്കിൽ ഒരു 3 to 4 months നമുക്ക് റിസൾട്ട് കിട്ടും. അപ്പോൾ ഞാനൊരു കല്യാണമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഈ ഒരു PCOD ആണെന്ന് മനസ്സിലാക്കുന്നതും ഇതിനുള്ള ട്രീറ്റ്മെൻറ്റിന് പോകുന്നത്. അപ്പോൾ നമുക്ക് മെയിനായിട്ടുള്ള കാര്യം പ്രഗ്നൻ്റ് ആവുന്നില്ല എന്നുള്ളത് തന്നെയായിരുന്നു. അങ്ങനെ പോയി ഡോക്ടർ ഒരു 3 to 4 months ആണ് എന്നോട് പറഞ്ഞത്. ഈ ഒരു മാസം ഞാൻ മരുന്ന് കഴിച്ചിട്ടുള്ള PCODയുടെ അപ്പം തന്നെ എനിക്ക് കൺസീവ് ആയിട്ടുണ്ട്. അപ്പം അതെങ്ങനെയാണ് അത്രയും പെട്ടെന്ന് എനിക്ക് റിസൾട്ട് കിട്ടിയതെന്നുള്ളതാണ് ഇനി പറയാൻ പോകുന്നത്. ആദ്യം തന്നെ ഡയറ്റ് എന്ന് പറയുമ്പോൾ എല്ലാവരും ഓർക്കും പട്ടിണി കിടക്കുക എന്നുള്ളത്. ഒരിക്കലുമല്ല, നമ്മൾ ഒരിക്കലും ഫുഡ് അവോയ്ഡ് ചെയ്തിട്ട് ഒരു ഡയറ്റും എടുക്കാൻ പാടില്ല. അത് നമ്മളുടെ ശരീരത്തെ മോശമായിട്ട് ബാധിക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണ്, നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ അളവ് കുറയ്ക്കുക. നമുക്ക് വേണ്ട പ്രോട്ടീൻസ് കാര്യങ്ങളെല്ലാം നമുക്ക് കിട്ടുകയും ചെയ്യണം. എന്നാൽ വേണ്ടാത്ത ഫുഡ് അവോയ്ഡ് ചെയ്യുക. അതെന്തൊക്കെയാണെന്ന് മനസ്സിലാക്കുക. ഫസ്റ്റ് വൺ കാർബോഹൈഡ്രേറ്റ്, അതായത് നമ്മൾ ചോറ് കഴിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ 3 നേരം 4 നേരമൊക്കെ ചോറ് കഴിക്കുന്നവരുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ ആ ഒരു 3 നേരം എന്നുള്ളത് ഒരു 2 നേരമോ അല്ലെങ്കിൽ 1 നേരമായിട്ട് നമ്മൾ കുറയ്ക്കുക. അതുമാത്രമല്ല, ഇപ്പം എന്നും കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഫുഡ് നമ്മൾ പെട്ടെന്നൊരു ദിവസം അവോയ്ഡ് ചെയ്യുമ്പോൾ നമുക്കത് നെഗറ്റീവായിട്ട് ബാധിക്കും. അതുകൊണ്ട് അങ്ങനെ ചെയ്യാതെ ഗ്രാജുവലി പതുക്കെ നമ്മളത് കുറച്ച് കൊണ്ടുവരിക. ഇപ്പം 2 തവി ചോറ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം കഴിക്കുന്നുണ്ടെങ്കിൽ ഒരാഴ്ച ആകുമ്പോഴത്തേനും അത് 1.5 തവിയാക്കി കുറയ്ക്കുക. പിറ്റേ ആഴ്ചയിൽ അത് 1 തവിയാക്കുക. അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കുക. അതായത് അത് ഒഴിവാക്കേണ്ട, കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ അളവ് കുറയ്ക്കുക. പിന്നെ നമ്മൾ ഒഴിവാക്കേണ്ടത് ഓയിലി ഫുഡ്, അതായത് നമ്മൾ എണ്ണയിൽ വറുത്ത് കോരി എടുക്കുന്ന ഭക്ഷണം, അല്ലെങ്കിൽ നമ്മൾ നോൺ വെജ് ഒക്കെ ആണെങ്കിലും ഒന്നും വറുത്ത് കഴിക്കാതെ അതെല്ലാം കറി വെച്ച് കഴിക്കാൻ മാക്സിമം നോക്കുക. പിന്നെ ബേക്കറി ഐറ്റംസ്, ബേക്കറിയിൽ ഒരു സാധനവും കഴിവതും കഴിക്കാതിരിക്കുക. കാരണം ഞാനൊക്കെ മിച്ചറൊക്കെ ഭയങ്കരമായിട്ട് കഴിച്ചുകൊണ്ടിരുന്ന ഒരാളാണ്. പക്ഷേ ഈ ഒരു സംഭവം അറിഞ്ഞതിന് ശേഷം ഞാനത് ഒഴിവാക്കി. ബിസ്ക്കറ്റുകൾ ഇതൊക്കെ മാക്സിമം ഒഴിവാക്കുക. മൈദ അടങ്ങിയ ഭക്ഷണം ഒഴിവാക്കുക. ചോക്ലേറ്റ്സ്, ഷുഗർ ഒഴിവാക്കുക. അതായത് കംപ്ലീറ്റ് ആയിട്ട് ഷുഗർ ഒഴിവാക്കുക. ഇപ്പോൾ ചായയും കാപ്പിയൊക്കെ കുടിക്കണം അങ്ങനെ നിർബന്ധമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഷുഗർ ഇല്ലാത്ത ചായയും കാപ്പിയൊക്കെ കുടിക്കുക. പിന്നെ ചോക്ലേറ്റ്സ്, ഷുഗർ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ഒക്കെ അവോയ്ഡ് ചെയ്യുക. പിന്നെ പുറത്ത് പോയി ഫുഡ് കഴിക്കുന്ന പരിപാടി അങ്ങോട്ട് ഒഴിവാക്കുക. അതായത് നമ്മൾ ജങ്ക് ഫുഡ് അല്ലെങ്കിൽ പ്രോസസ്ഡ് ഫുഡ്, പുറത്തുനിന്ന് കഴിക്കുന്ന എന്ത് ഭക്ഷണം ആയിക്കോട്ടെ അത് നമ്മുടെ ബോഡീനെ നെഗറ്റീവായിട്ടാണ് ബാധിക്കുന്നത്. അതുകൊണ്ട് മാക്സിമം അത് അവോയ്ഡ് ചെയ്യുക. ഇതൊക്കെ നിങ്ങൾ ചെയ്ത് നോക്കുക, ഉറപ്പായിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും. പിന്നെ ഇനി കഴിക്കേണ്ട ഭക്ഷണം എന്തൊക്കെയാണെന്നും കൂടെ ഞാൻ പറയാം. നമ്മൾ പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണം കഴിക്കുക. അതായത് ഇപ്പം എഗ് വൈറ്റ് നമുക്ക് കഴിക്കാം. പിന്നെ ചെറുപയറൊക്കെ നന്നായിട്ട് മുളപ്പിച്ചിട്ട് അത് പുഴുങ്ങി കഴിക്കാം, അല്ലെങ്കിൽ ചെറുപയർ മുളപ്പിച്ചിട്ട് പച്ചയ്ക്ക് കഴിക്കാം. ഞാനത് സാലഡായിട്ടൊക്കെ നൈറ്റൊക്കെ കഴിച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ചപ്പാത്തി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കഴിക്കാം. ഫ്രൂട്ട്സ് ഒക്കെ ആണെങ്കിലും ലിമിറ്റ് ചെയ്ത് കഴിക്കുക. വെജിറ്റബിൾസ് ധാരാളം കഴിക്കുക. നല്ല രീതിയിൽ വെള്ളം കുടിക്കുക. വെള്ളം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വെള്ളം നന്നായിട്ട് കുടിക്കുക. ഇതൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ.
വെയിറ്റ് ഒന്ന് ബാലൻസ് ചെയ്യാം. എനിക്ക് PCOD ഉണ്ടായിരുന്ന സമയത്ത് 54 എൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഡോക്ടർ എനിക്കൊരു 3 to 4 months എന്നോട് പറഞ്ഞു അത്രയും ടൈം എടുക്കും PCOD മാറി കൺസീവ് ആകാൻ എന്ന് പറഞ്ഞു വിട്ടു. ഇത്രയും കാര്യങ്ങൾ ഫോളോ ചെയ്തതിന് ശേഷം, അതായത് ഒറ്റ മാസം കൊണ്ട് 3 കിലോ കുറച്ച് എനിക്ക് 51 കിലോ വെയിറ്റ് വന്നു. ഞാൻ കൺസീവായി. അപ്പോൾ ഡോക്ടർ പറഞ്ഞ കാര്യം അത് വളരെ നല്ലൊരു റിസൾട്ടാണ് കിട്ടിയിട്ടുള്ളതെന്നാണ്. അല്ലാതെ മരുന്ന് മാത്രം കഴിച്ചുകൊണ്ടിരുന്ന യാതൊരുവിധ റിസൾട്ടും കിട്ടും, പക്ഷേ ലേറ്റ് ആവും. അപ്പോൾ നമ്മളെന്താ ചെയ്യേണ്ടത്? നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങളും കൂടെ ഇതിൻ്റെ കൂടെ ചെയ്യുക. മെയിനായിട്ടും എക്സസൈസ് നടക്കുക, കുറച്ച് എക്സസൈസുകളൊക്കെ ചെയ്യുക, ഈ ഒരു ഡയറ്റ് ഫോളോ ചെയ്യുക, നമ്മുടെ വെയിറ്റ് എപ്പോഴും ബാലൻസ് ചെയ്യുക. അതായത് വെയിറ്റ് കുറയ്ക്കുക. ചില ആൾക്കാർക്കൊരു ധാരണ ഉണ്ടാകും, നമ്മുടെ വെയിറ്റ് ഇപ്പോൾ എനിക്ക് വെയിറ്റ് കുറവാണ്, എനിക്ക് 45 കിലോയെ വെയിറ്റ് ഉള്ളൂ, പക്ഷേ ഞാൻ ഇതിലും വെയിറ്റ് കുറച്ചാൽ എനിക്കത് കൊള്ളത്തില്ലല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെന്താ ചെയ്യുക? ഈ ഒരു ഡയറ്റ് ഫോളോ ചെയ്യുന്നതിനോടൊപ്പം പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണവും കൂടെ കൂടെ കഴിച്ചു പോവുകയാണെന്നുണ്ടെങ്കിൽ നല്ല റിസൾട്ട് കിട്ടും. ഏറ്റവും വലിയൊരു എക്സാമ്പിളാണ് ഞാൻ. അപ്പോൾ ആർക്കെങ്കിലും ഇതുകൊണ്ട് യൂസ്ഫുൾ ആവട്ടെ എന്ന് വിചാരിച്ച് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. ബൈ.